നിങ്ങൾ ഇത്രകാലം 9 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിട്ടും ഇന്നും നിങ്ങളുടെ മന്ത്രിമാർക്ക് പോലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടാനുള്ള ധൈര്യമില്ല. അതാണ് ഒന്നാമത്. അഡ്വക്കേറ്റ് എം. ലിജു, ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രതിഷേധങ്ങൾ ഏറെയുണ്ടായി. സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് വളരെ രാഷ്ട്രീയ കൗതുകമുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കും പറയാനുള്ളത്. അത് ഇനി കലാപാഹ്വാനം എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇന്നലെയും ചർച്ചയിൽ പറഞ്ഞതാണ് UDF-ന്റെ കോൺഗ്രസിന്റെയും ഒക്കെ അനുഭാവികൾ അണികൾ തെരുവിൽ നടത്തിയ ചില പ്രതികരണങ്ങൾ ജനാധിപത്യപരമായിരുന്നില്ല താനും. ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേധം, പോലീസ് വാഹനത്തിന്റെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന്റെ പരിധിയിൽ വരുന്നതാണ്. ആരോഗ്യമന്ത്രിയുടെ മുഖം മൂടി വെച്ച് കുഴഞ്ഞു വീഴൽ അഭിനയിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തിഹത്യയുടെ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെ പലതുമുണ്ട്. അതിനൊപ്പം തന്നെയുള്ള ഒന്ന്, ഇപ്പൊ ചാണ്ടി ഉമ്മനെതിരെ കേസെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ കൃത്യവിലോപത്തിനുള്ള കേസുകളും നടപടികളും കൂടി ഇതിനനുസരിച്ച് വേണ്ടതാണ്. ഈ ബിന്ദുവിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുപോയി ആംബുലൻസ് തടഞ്ഞു എന്നുള്ളതാണ് ചാണ്ടി ഉമ്മനെതിരായ കേസെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ പണം വിനിയോഗിച്ച് നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ കൃത്യവിലോപത്തിന്റെ പേരിൽ ജീവഹാനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരാണോ അവർക്കെതിരെയും ഈ പറയുന്ന നിയമ നടപടികളാകാം. മധു, യഥാർത്ഥത്തിൽ ഒരു ചർച്ച വളരെ പോസിറ്റീവായിട്ട് പോകുന്നതിനോടാണ് എനിക്കും യോജിപ്പ്. ഇവിടെ ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ ആരോഗ്യ മേഖലയെ സംബന്ധിക്കുന്ന ചർച്ചകൾ ഉയർന്നു വന്ന സാഹചര്യങ്ങൾ എന്താണ്? ഇപ്പോൾ ഒന്ന്, ഡോക്ടർ ശ്രീ ഹാരിസ് ചിറക്കലിൻ്റെ പ്രസ്താവനയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അപ്പോൾ ഞാൻ സലാം പറഞ്ഞതിനോട് ഞാൻ ആ തരത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹാരിസ് ചിറക്കൽ ഒരു ഇഷ്യൂ മുന്നോട്ട് വെച്ചു. നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ പലപ്പോഴും ശസ്ത്രക്രിയ പോലും നടക്കാൻ സാധിക്കാതെ, എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളോ അനുബന്ധ ഉപകരണങ്ങളോ ഇല്ലാത്തതിൻ്റെ പേരിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. പാവപ്പെട്ട രോഗികളെ കൊണ്ട് ഉപകരണങ്ങളും അനുബന്ധ സാധനങ്ങളും വാങ്ങിച്ചിട്ട് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെനിക്കൊരു ഡോക്ടർ എന്ന രീതിയിൽ വലിയ ഗുരുതരമായ അല്ലെങ്കിൽ കടുത്ത ദുഃഖമുണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെൻറ്റ് കള്ളമാണോ സലാം? നമുക്കന്നെ ഒരു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ആൻജിയോപ്ലാസ്റ്റിക്ക് ചെയ്യണമെങ്കിൽ സ്റ്റെൻറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട അത്തരം രോഗികൾക്ക് അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കാരുണ്യ പദ്ധതി പ്രകാരം കിട്ടുമെങ്കിലും കാലതാമസം ഉണ്ടാകുന്നുണ്ട്. എത്രയോ ആളുകൾ സ്വന്തമായിട്ട് വാങ്ങേണ്ടി വരുന്നു. അനുബന്ധ ഉപകരണങ്ങൾ എത്രയോ വാങ്ങിയിട്ടാണ് പല രോഗികളെ സംബന്ധിച്ച് അവരുടെ ചികിത്സ നടക്കുന്നത്. അപ്പോൾ ഹാരിസ് ചിറക്കൽ മുന്നോട്ട് വെച്ച വളരെ സുപ്രധാനമായ ഒരു പ്രശ്നം, നമ്മുടെ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളിൽ ശസ്ത്രക്രിയയും മറ്റ് കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യർ പണം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നിഷേധിക്കപ്പെടാൻ കഴിയാത്ത വസ്തുതയാണ്. അത് ഈ സംസ്ഥാനത്ത് അംഗീകരിക്കപ്പെട്ടൊരു വസ്തുതയാണ്. അത് ഒരു സംസ്ഥാനത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയുടെ ഗുരുതരമായ പ്രതിസന്ധിയും സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഇന്നെഫിഷ്യൻസിയുമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ സമീപ ദിവസത്തെ ചർച്ച ഉണ്ടായ കാര്യം എന്താ? ഒരു മെഡിക്കൽ കോളേജ് വാർഡിൽ കൊള്ളാൻ കഴിയാത്തവണ്ണം അവിടെ ഒരു പണി പൂർത്തിയായ ഒരു കെട്ടിടം അവിടെ നിൽക്കുന്നു. അവിടെ താമസിപ്പിക്കാതെ രോഗികളെ 12-13 വർഷങ്ങളായി ദുർബലാവസ്ഥയിൽ കണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കുളിക്കാൻ പോയൊരു സ്ത്രീ, ഒരു പാവപ്പെട്ട അമ്മ അവിടെ അവർ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാവപ്പെട്ടവരായതുകൊണ്ട് അവിടെ നിൽക്കുന്നത്, മന്ത്രിമാർക്ക് തന്നെ വേറെ സ്ഥാപനങ്ങളിൽ പോകാം, അവിടെ കുളിച്ചുകൊണ്ടിരുമ്പോൾ കെട്ടിടം ഇടിഞ്ഞ് വീഴുന്നു. അവിടെ വന്നു നിൽക്കുന്ന 2 മന്ത്രിമാർ അവർ പറയുകയാണ് ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത്, അവിടെ ഒരു രോഗിയില്ല, അവിടെ രോഗി കയറേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദുർബലമായ കെട്ടിടം ഇടിഞ്ഞു വീഴുമ്പോൾ അവിടെ ചികിത്സ നടക്കുന്നില്ലെന്നും അവരെല്ലാം വേറെ സ്ഥലങ്ങളിലാണെന്ന് പറയേണ്ടത് ആരോഗ്യവകുപ്പ് എഫിഷ്യൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. മിനിറ്റുകൾക്ക് മുമ്പ് വരെ നിരവധി മനുഷ്യർ പോയിക്കൊണ്ടിരുന്നൊരു കെട്ടിടമാണ്. ആ അമ്മ അവിടെ മരണമടഞ്ഞു, ചതഞ്ഞ് മരിച്ചു കിടന്നു. ചിലപ്പോൾ കെട്ടിടം വീണപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടാകാം. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? അവിടെയും ഇന്നെഫിഷ്യൻസിയാണ്. ഒരു കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ട് പോലും ഇടിഞ്ഞു പൊളിഞ്ഞൊരു കെട്ടിടത്തിൽ നിരവധി മനുഷ്യരുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് രോഗികളെ നിർത്തേണ്ടി വരുന്നു. അത് രോഗി അതിനകത്ത് മരിച്ചു കിടന്നിട്ട് പോലും ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും കഴിയാത്ത ഇന്നെഫിഷ്യൻസി, ഇത് ഇടപെടേണ്ട ഒരു പ്രശ്നമല്ലേ? ഈ ഇന്നെഫിഷ്യൻ്റ് ആണെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ ഇവിടെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് മാതൃഭൂമി ഉയർത്തിയത്. എന്തുകൊണ്ടാണ് സംസ്ഥാന മന്ത്രിമാർ, ഇപ്പം നമ്മുടെ വലിയ ക്യാമ്പയിൻ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭമായ ആരോഗ്യ സംവിധാനമാണ് എന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മന്ത്രിമാർ വിദേശയാത്ര മറ്റൊരു തരത്തിലാണെന്ന് കരുതാം. നമുക്ക് ഇന്ത്യയിലോ കേരളത്തിലോ ചികിത്സ ലഭ്യമല്ലാത്ത രോഗങ്ങൾക്ക് വിദേശ ചികിത്സയ്ക്ക് പോകേണ്ടി വന്നതിനെ ഒരു സ്പെഷ്യൽ കേസായി നമുക്ക് കണക്കിലെടുക്കാം. എന്തുകൊണ്ട് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ഈ പ്രമുഖരായ മന്ത്രിമാർ ചികിത്സ നേടുന്നു? ഇപ്പോൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളേക്കാൾ ആശുപത്രികളേക്കാൾ മെച്ചമാണെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? സലാം നേരത്തെ താലൂക്ക് ആശുപത്രികളുടെയും മറ്റും വികസനത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്കും അറിയാം സലാം, 9 വർഷക്കാലമായി കേരളത്തിൽ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്.
സ്വാഭാവികമായ എല്ലാ ആശുപത്രികളിലും പുരോഗതി അതൊരു ഒരു ഏത് ഭരണത്തിൻ്റെ കാലഘട്ടത്തിലും കുറേയൊക്കെ വികസന പ്രവർത്തനം ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ലോൺ എടുക്കേണ്ടി വരുന്നത്. കേരളത്തിൻ്റെ മൊത്തം കടം 1.5 ലക്ഷം കോടിയിൽ നിന്നും 6 ലക്ഷം കോടിയായിട്ട് ഉയർന്നു. 4 ലക്ഷം കോടിയുടെ കടം എടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകും. പക്ഷേ ഔട്ട്കം എന്താണ്? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്ത് തരം ഇതുണ്ടെങ്കിലും പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായാലും ഇന്നൊരു സാധാരണക്കാരനും അതിന് കൺകൂടി ഞാൻ അനുവദിക്കണം, അത് അല്ലാതെ പറഞ്ഞു നിർത്താൻ കഴിയുന്ന ഒന്നല്ല. ഒരു സാധാരണക്കാരന് കുറഞ്ഞ ചിലവിൽ ഏറ്റവും വിദഗ്ധ ചികിത്സ ലഭിക്കുന്നുണ്ടോ? അവർക്ക് സമയത്ത് ചികിത്സ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ സലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കാർഡിയോതൊറാക്സിക് സർജറിക്ക് മാസങ്ങളായി വെയിറ്റ് ചെയ്യുന്ന മനുഷ്യരില്ലേ? CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ എടുക്കാൻ എത്രയോ മാസങ്ങൾ കഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം, നിങ്ങൾ ഇത്രകാലം 9 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിട്ടും ഇന്നും നിങ്ങളുടെ മന്ത്രിമാർക്ക് പോലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടാനുള്ള ധൈര്യമില്ല. അതാണ് ഒന്നാമത്തെ ഔട്ട്കം. രണ്ടാമത്തത്, സാധാരണക്കാരൻ്റെ ചികിത്സാ ചിലവുകൾ വർദ്ധിക്കുന്നു. അവർക്കൊരു ശസ്ത്രക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് അവർ പണം കൊടുത്ത് ചെയ്യേണ്ടി വരുമെന്ന് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഒരു ഇടതുപക്ഷ അനുഭാവിക്ക് പറയേണ്ടി വരുന്നു. നിങ്ങൾ എന്ത് നേട്ടമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ PR ഏജൻസികളുടെ പ്രചരണമാണെന്ന് പറയുന്നത്.